ഹലോ ഹായ് ഗായ്സ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എയർ ഫ്രൈറ്റിനെ കുറിച്ചിട്ട് പറയാം. എന്താണ് എയർ ഫ്രൈറ്റ് എന്നുള്ളത്? എയർ ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ വാണിജ്യ വിമാനങ്ങൾ വഴിയോ ചരക്ക് വിമാനങ്ങൾ വഴിയോ സാധനങ്ങൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്ന രീതിയാണിത്. ആഭ്യന്തരവും അന്തർദേശീയവുമായ ചരക്ക് നീക്കത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഉയർന്ന മൂല്യമുള്ള സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്, വിലപിടിപ്പുള്ളതും എന്നാൽ അളവ് കുറഞ്ഞതുമായ സാധനങ്ങൾ. ഹൈ വോല്യൂം ആൻഡ് ലോ വോള്യൂം ഹൈ വാല്യൂ ആൻഡ് ലോ വോള്യത്തിലാണ് കൊണ്ടുപോകുന്നത്. അയക്കാൻ ഏറ്റവും അനുയോജ്യമാണ്, അതായത് വിലപിടിപ്പുള്ളതും എന്നാൽ അളവ് കുറഞ്ഞതുമായ ഐറ്റങ്ങളെ കൊണ്ടുപോകാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് സമയം വളരെ പ്രധാനപ്പെട്ട ഒരു ടൈം സെൻസിറ്റീവായ ആവശ്യങ്ങൾക്ക്, അതായത് പെട്ടെന്ന് എത്തിക്കേണ്ട ഒരു ചരക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എയർ ഫ്രൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. അങ്ങനെ ടൈം സെൻസിറ്റീവായ സാധനങ്ങൾ ഇവ കൂടുതൽ മുൻഗണന നൽകുന്നുണ്ട്. ചരക്കുകളുടെ വേഗത്തിലുള്ളതും സുരക്ഷിതവുമായ കൈമാറ്റം ഇത് ഉറപ്പാക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. എന്താണ്? ഫസ്റ്റ് വൺ, സ്പീഡ് ആൻഡ് ടൈം എഫിഷ്യൻസി. സാധനങ്ങൾ വളരെ വേഗത്തിൽ എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, വളരെ പെട്ടെന്ന് സമയം നമുക്ക് ലാഭിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ റിലയബിലിറ്റി ആൻഡ് പ്രെഡിക്റ്റബിലിറ്റി, അതായത് ഒരു നിശ്ചിത ഷെഡ്യൂളുകൾ കാരണമാണ് ഡെലിവറി സമയം മുൻകൂട്ടി അറിയാൻ കഴിയും. നമുക്ക് നിശ്ചിത ഷെഡ്യൂളുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴെത്തും എന്നുള്ളത് അറിയാൻ കഴിയും. പിന്നെ ഹൈ കോസ്റ്റാണ്, പക്ഷേ മറ്റ് ഗതാഗത മാർഗങ്ങളെക്കാൾ ചിലവ് കൂടുതലാണ്. പിന്നെ ലിമിറ്റഡ് കാർഗോ ഫെസിലിറ്റിയാണ്. എന്ന് പറയുമ്പം വിമാനങ്ങൾക്ക് ഭാരവും വലിപ്പവും സംബന്ധിച്ച് പരിമിതിയുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ നെറ്റ്വർക്കാണ്. എന്ന് വെച്ചാൽ ലോകവ്യാപകമായ എയർപോർട്ട് നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വ്യാപാരം വളരെ എളുപ്പമാണ്. നെക്സ്റ്റ്, ഐഡിയൽ ഫോർ ഹൈ വാല്യൂ ആൻഡ് പെരിഷബിൾ ഗുഡ്സ്, അതായത് ഹൈ വാല്യൂ ആണ്. അതുപോലെ എന്താണ്, പെരിഷബിൾ ഗുഡ്സ് പോലെയുള്ള സാധനങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ, ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. മരുന്നുകൾ, പൂക്കൾ, പഴങ്ങൾ തുടങ്ങിയ പെട്ടെന്ന് നശിക്കുന്ന ചരക്കുകൾക്ക് അനുയോജ്യമാണ്, പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നോക്കേണ്ടത്, ടൈപ്സ് ഓഫ് എയർ കാർഗോ. ഏതൊക്കെ എയർ കാർഗോ ഉണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ ജനറൽ കാർഗോ ആണ്. ജനറൽ കാർഗോ എന്നത് നശിക്കാത്തതും പ്രത്യേക ഹാൻഡ്ലിംഗ് ആവശ്യമില്ലാത്തതുമായ സാധനങ്ങളാണ്. സാധാരണയായി ഇതിന് ടെമ്പറേച്ചർ കൺട്രോൾ അല്ലെങ്കിൽ പ്രത്യേക സുരക്ഷയൊന്നും ആവശ്യമില്ല. ഏതൊക്കെ തരത്തിലുള്ള ഗുഡ്സ് ആണ് കൊണ്ടുപോകുന്നത്? ഇലക്ട്രോണിക്സ്, ഫാഷൻ ഗുഡ്സ്, ഡോക്യുമെൻറ്റ്സ്, ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ്സ്. ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ മൊബൈൽ, ലാപ്ടോപ്പ്. ഫാഷൻ ഗുഡ്സ് എന്ന് പറയുമ്പോൾ വസ്ത്രങ്ങൾ, ഷൂസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള കാർഗോസാണ് ജനറൽ കാർഗോ എന്ന് പറയുന്നത്. ഇതിൻ്റെ സവിശേഷത എന്ന് പറയുമ്പം സാധാരണയായി ഒരു പാക്കേജിങ് മതിയാകും. വിമാനത്തിൽ സാധാരണ കാർഗോ ഹോൾഡ് കൊണ്ടുപോകുന്നിടത്ത് ഇത് ഹോൾഡ് ചെയ്യുന്നു. അതുപോലെ ഇൻ്റർനാഷണൽ ട്രെയിനിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് ജനറൽ കാർഗോ. നെക്സ്റ്റ് പറയുന്നത് പെരിഷബിൾ കാർഗോ ആണ്. ഫുഡ്, ഫ്ലവേഴ്സ്, മെഡിസിൻസ് എന്ന് പറയുമ്പോൾ പെരിഷബിൾ കാർഗോ എന്നത് വേഗത്തിൽ നശിക്കുന്ന സാധനങ്ങളാണ്. ഇവ ഫ്രഷ് നിലയിൽ നിലനിർത്താൻ പ്രത്യേക ടെമ്പറേച്ചർ കൺട്രോൾഡ് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, മീറ്റ് ആൻഡ് സീ ഫുഡ്സ്, വാക്സിൻസ്, ഇൻസുലിൻ പോലുള്ള മെഡിസിൻസ്, ഇവയ്ക്കൊക്കെ പ്രത്യേക താപനില ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇവയൊക്കെ ഫ്രഷായിട്ട് തന്നെ നമുക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക സംവിധാനങ്ങൾ ഈ ഒരു പെരിഷബിൾ കാർഗോയ്ക്കകത്ത് ഉണ്ട്. അതായത് കോൾഡ് സ്റ്റോറേജ് ആവശ്യമാണ്, പിന്നെ ഫാസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്, ടെമ്പറേച്ചർ മോണിറ്ററിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം പറയാനാണെങ്കിൽ കെനിയയിൽ നിന്നുള്ള റോസ് യൂറോപ്പിലേക്ക് എയർ കാർഗോ വഴി അയക്കുന്നു. കാരണം അത് ഫ്രഷായി തന്നെ എത്തണം എന്നുള്ളതുകൊണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഡേഞ്ചറസ് ഗുഡ്സ് ആണ്. കെമിക്കൽസ്, എക്സ്പ്ലോസീവ്സ് ആസ് പെർ IATA ഡേഞ്ചറസ് ഗുഡ്സ് റെഗുലേഷൻസ്. ഡേഞ്ചറസ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഈ സ്ഫോടക വസ്തുക്കൾ, പിന്നെ വിഷാംശമുള്ള രാസപദാർത്ഥങ്ങൾ, പിന്നെ റേഡിയോ ആക്റ്റീവ് കിരണങ്ങളൊക്കെ അടങ്ങിയ വസ്തുക്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ വളരെ സുരക്ഷ മുൻകരുതലുകൾ എടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പം അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് ഡേഞ്ചറസ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം മനുഷ്യർക്കും പരിസ്ഥിതിക്കും അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണിത്.
ഉദാഹരണം പറയുകയാണെങ്കിൽ കെമിക്കൽസ്, എക്സ്പ്ലോസീവ്സ്, കംപ്രസ്ഡ് ഗ്യാസസ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ലിഥിയം ബാറ്ററീസ്. പിന്നെ ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് അസോസിയേഷൻ IATA റെഗുലേഷൻസ് പാലിക്കണം. പ്രത്യേക പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ആവശ്യമുണ്ട്. ട്രെയിൻഡ് സ്റ്റാഫ് മാത്രമേ ഹാൻഡിൽ ചെയ്യാവൂ. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്മാർട്ട് ഫോണുകളിലുള്ള ലിഥിയം ബാറ്ററീസ് ഡേഞ്ചറസ് ഗുഡ്സായി കണക്കാക്കപ്പെടുന്നു. നെക്സ്റ്റ് പറയുന്നതാണ് എക്സ്പ്രസ് കാർഗോ. എക്സ്പ്രസ് കാർഗോ എന്ന് പറയുമ്പോൾ വളരെ അടിയന്തരമായി അയക്കേണ്ട സാധനങ്ങളാണ്. ഉദാഹരണം അർജൻറ്റ് ഡോക്യുമെൻറ്റ്സ്, മെഡിക്കൽ സപ്ലൈസ്, സ്പെയർ പാർട്സ്, കൊമേഴ്സ് പാഴ്സൽസ് എന്നിവ. ഇതിൻ്റെ കൊറിയർ കമ്പനീസ് എന്നൊക്കെ പറയുന്നത് ഫെഡെക്സ്, DHL, UPS ആണ്. ഇതിൻ്റെ സവിശേഷത എന്ന് പറയുമ്പം വെരി ഫാസ്റ്റ് ഡെലിവറിയാണ്, ഡോർ ടു ഡോർ സർവീസസ്, റിയൽ ടൈം ട്രാക്കിങ്ങും 24x കസ്റ്റമർ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഇവയൊക്കെയാണ് ടൈപ്സ് ഓഫ് കാർഗോസ്. ഏതൊക്കെ കാർഗോസ് ഉണ്ട്? ജനറൽ കാർഗോ ഉണ്ട്, പെരിഷബിൾ കാർഗോ ഉണ്ട്, ഡേഞ്ചറസ് കാർഗോ ഉണ്ട്, ആൻഡ് എക്സ്പ്രസ് കാർഗോ ഉണ്ട്. ജനറൽ കാർഗോ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സും ഫാഷൻ ഗുഡ്സും ഡോക്യുമെൻറ്റ്സ് ഒക്കെ പോലുള്ള അധികം പാക്കിംഗ് ഒന്നും ഇല്ലാത്ത നമുക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റങ്ങൾ കൊണ്ടുപോകുന്നതാണ് ജനറൽ കാർഗോ. അതുപോലെ പെരിഷബിൾ കാർഗോ എന്ന് പറയുമ്പോൾ എന്താണ്? ഫുഡ്, ഫ്ലവേഴ്സ്, മെഡിസിൻസ് പോലുള്ള പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനങ്ങൾ. ഇവയ്ക്ക് പ്രത്യേക ടെമ്പറേച്ചർ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് എന്തുണ്ട്? സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ ഉള്ള ഒരു കാർഗോ ആണ് പെരിഷബിൾ കാർഗോ. പിന്നെ ഡേഞ്ചറസ് ഗുഡ്സ് ആണ്, അതായത് മനുഷ്യർക്കും പരിസ്ഥിതിക്കൊക്കെ നാശം വരുത്തുന്ന അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന തരത്തിലുള്ള സാധനങ്ങൾ, സ്ഫോടക വസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്ന സമയത്തുണ്ടാകുന്ന അപകടങ്ങളുണ്ടല്ലോ, ഇതൊക്കെ മുൻകരുതി കണ്ടുകൊണ്ട് IATA ഒരു റെഗുലേഷൻസ്, ആക്റ്റൊക്കെ, നിയമമൊക്കെ നോക്കിയിട്ട് വേണം ഇത് കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ ഒരു പെർമിറ്റ് ഉണ്ടാവണം ഇതിന്. അതുപോലെ ട്രെയിൻഡ് സ്റ്റാഫ് മാത്രമേ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേക പാക്കിങ്ങും ലേബലിങ്ങും ഒക്കെ വേണം. എക്സ്പ്രസ് കാർഗോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടിയന്തരമായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുന്ന ഒരു കാർഗോ ആണ് എക്സ്പ്രസ് കാർഗോ എന്ന് പറയുന്നത്. ഇതിൻ്റെ കമ്പനികൾ ഫെഡെക്സ്, DHL, UPS ഒക്കെയാണ്. ഓക്കെ, ഇനി പറയുന്നത് എയർ കാർഗോ പ്രോസസ് ഫ്ലോയാണ്. എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് ഇവ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ബുക്കിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷനാണ്. അതായത് കാർഗോ ഷിപ്മെൻറ്റ് ബുക്കിംഗ് മുതൽ ഡെലിവറി വരെയുള്ള ഘട്ടങ്ങളാണ്. ഫസ്റ്റ് ബുക്കിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. ആദ്യ ഘട്ടത്തിൽ കാർഗോ ഷിപ്മെൻറ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു. അതെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്? ഫ്രൈറ്റ് ഫോർവേഡ് വഴി, കാർഗോ ഏജൻറ്റ് വഴി, ഡയറക്റ്റ് എയർലൈൻ വഴി ബുക്ക് ചെയ്യാം, ഫ്രൈറ്റ് ഫോർവേഡ് വഴി ബുക്ക് ചെയ്യാം, കാർഗോ ഏജൻറ്റ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് എയർവേ ബിൽ, AWB, കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് ആൻഡ് പാക്കിംഗ് ലിസ്റ്റ്, സ്പെഷ്യൽ പെർമിറ്റ്സ്. അതായത് സ്പെഷ്യൽ പെർമിറ്റ്സ് എന്ന് പറയുമ്പം ഡേഞ്ചറസിനും പെരിഷബിൾ ഗുഡ്സിനും ഒക്കെയാണ് വേണ്ടത്. AWB എന്നത് ഷിപ്പിനും എയർലൈനും ഇടയിലെ കോൺട്രാക്റ്റ് ആണ്, എയർവേ ബിൽ, AWB എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാർഗോ അക്സെപ്റ്റൻസ് ആൻഡ് സ്ക്രീനിങ് ആണ്. അത് കാർഗോ എയർപോർട്ടിൽ എത്തിച്ചാൽ, ഇതെല്ലാം ബുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കാർഗോ എയർപോർട്ടിൽ എത്തിച്ചാൽ എയർലൈൻ കാർഗോ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ വെയിറ്റ് ചെക്ക്, പാക്കേജിംഗ് ചെക്ക്, സെക്യൂരിറ്റി സ്ക്രീനിങ് എന്നിവ നടത്തുന്നു. സെക്യൂരിറ്റി സ്ക്രീനിങ് ചെയ്യുന്നത് എക്സ്റേ സ്കാനിങ്ങും എക്സ്പ്ലോസീവ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എക്സ്റേ സ്കാനിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇത് സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് അറ്റ് എയർപോർട്ട്. അത് കാർഗോ ഫ്ലൈറ്റിൽ വരുന്നത് വരെ എയർപോർട്ട് വെയർഹൗസിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നു. അതായത് ആദ്യം നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം കാർഗോ ഈ എയർലൈൻസിൽ എത്തിച്ച് അതിൽ സാധനങ്ങൾ കയറ്റുന്നത് വരെ അത് വെയർഹൗസിലാണ് സാധനങ്ങൾ സൂക്ഷിക്കുന്നത്. അതിന് വ്യത്യസ്ത സ്റ്റോറേജ് സോണുകളുണ്ട്. ഏതൊക്കെയാണ്? കോൾഡ് സ്റ്റോറേജ് ഉണ്ട്, അത് പെരിഷബിൾ ഗുഡ്സിന് വേണ്ടിയിട്ടാണ്. സെക്യൂർ സ്റ്റോറേജ് ഉണ്ട്, ഹൈ വാല്യൂ ഗുഡ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, വെയർഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ച് കാർഗോ ട്രാക്കിംഗ് നടത്തുന്നു. വെയർഹൗസിനകത്ത് എന്ത് ചെയ്യുന്നു? വെയർഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിലെന്താണ് പറയുന്നത്? സ്റ്റോറേജ് യൂണിറ്റ്സ് ഫോർ പെരിഷബിൾസ്, പിന്നെന്താണ് ബോണ്ടഡ് വെയർഹൗസ് ഫോർ ഡ്യൂട്ടബിൾ ഗുഡ്സ്. ഓക്കെ, പിന്നെന്താണ് സെക്യൂർ സോൺസ് എന്ന് പറയുന്നത് ഫോർ ഹൈ വാല്യൂ ഐറ്റംസ്. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് ചെയ്യുന്നത്. ഇനി
ലാസ്റ്റ് അല്ല, ലോഡിംഗ് ഓൺ ടു എയർക്രാഫ്റ്റ്. അതെന്ന് പറയുന്നത് അതിനുശേഷം, അതായത് ഈ കാർഗോ ഫ്ലൈറ്റിൽ വരുന്നത് വരെ എയർപോർട്ട് വെയർഹൗസിൽ സാധനങ്ങൾ സൂക്ഷിക്കുമല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം കാർഗോ എയർക്രാഫ്റ്റിൽ ലോഡ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. കാരണം സാധനങ്ങൾ ലോഡ് ചെയ്യണം. അതിനെന്താണ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫ് ഉപയോഗിക്കുന്നതാണിത്. കാർഗോ ലോഡേഴ്സ്, കൺവെയർ ബെൽറ്റ്സ്, യൂണിറ്റ് ലോഡ് ഡിവൈസസ് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കാർഗോ എയർക്രാഫ്റ്റിൻ്റെ ലോഡ് പ്ലാൻ അനുസരിച്ചാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ അഞ്ചാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് കസ്റ്റംസ് ക്ലിയറൻസ്. അതായത് അതായത് എയർപോർട്ടിൽ എത്തിയ ശേഷം കസ്റ്റംസ് ക്ലിയറൻസ് നടത്തണം. കസ്റ്റംസ് പരിശോധിക്കുന്നതാണിത്. ഡോക്യുമെൻറ്റ്സ്, ഇമ്പോർട്ട് റെഗുലേഷൻസ്, ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്, ചിലപ്പോൾ കാർഗോ ഫിസിക്കൽ ഇൻസ്പെക്ഷനും ചെയ്യാം. പിന്നെന്താണ് പറയുന്നത്, ഡെലിവറി അറ്റ് ഡെസ്റ്റിനേഷൻ. അതായത് ഇത് ലാസ്റ്റ് ഉള്ള ഒരു ഘട്ടമാണ്. കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞാൽ കാർഗോ ഫൈനൽ ഡെലിവറി ചെയ്യുന്നു. ഡെലിവറി മെത്തേഡ്സ് എന്ന് പറയുമ്പം ട്രക്സും കൊറിയർ സർവീസസും ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഇനി ഇതിനകത്ത് ഒരു 2 ഭാഗങ്ങൾ മാത്രമേ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് തീരും. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 4 നമുക്ക് വീഡിയോ ചെയ്യണം. ഓക്കെ, ബൈ.